മോർണിംഗ് ഫ്രണ്ട്സ്, മീൻപിടിപ്പാറയ്ക്കകത്തേക്ക് കയറുകയാണ്. ടിക്കറ്റ് എടുത്തു. മീൻപിടിപ്പാറയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പിന്നെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നല്ല ഷോപ്പുണ്ട്. നമുക്ക് ഇവിടെ നല്ല ഷോപ്പ്സ് ഉണ്ട്. പിന്നെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ മാലിന്യമൊന്നും വലിച്ചെറിയരുതെന്ന് പറഞ്ഞ് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴയുടെ ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫെസിലിറ്റി ബാത്റൂമുണ്ട്. അങ്ങനെ നമുക്കിനി ആ ബ്രിഡ്ജിലേക്ക് കയറാം. ഇവിടെ നല്ലൊരു മനോഹരമായ ഗാർഡനുണ്ട്. ആ ഗാർഡൻ വഴി നടന്ന് പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വരാം. മനോഹരമായൊരു പാലമുണ്ട്. ഇത്രയും മനോഹരമായ ഇരുമ്പിലുണ്ടാക്കിയ ഒരു പാലമാണ്. നല്ല വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. ആ ഒരു ഇതുണ്ട്, ഇത് കാണാം. ഇവിടെ വരുമ്പോൾ ഇത് നല്ല പ്രകൃതി ഇതായിട്ടുണ്ട്. വെളിച്ചെല്ലാം കൂടി സെറ്റ് ചെയ്ത് മീൻ പിടിപ്പാണ്. പിന്നെ ഇരിപ്പിടങ്ങളുമുണ്ട്. നല്ല ഇരിപ്പിടങ്ങളുമുണ്ട്. നല്ല മനോഹരമായ ഗാർഡൻ. ആ മനോഹരമായ വെള്ള നല്ല ഇലയിൽ ഇതായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായത്. എന്തായാലും നല്ല മനോഹരമായ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്. ഇനി അതിലെ ഹാരിത ആസ്വദിച്ച പ്രകൃതി ഓരോ ഇത് ചവിട്ടുമ്പോഴും ആ ആ ഒരു ഇതിലേക്ക് നല്ല ഭംഗിയുള്ളൊരിതാണ്. മീൻപിടിപ്പാറ കൊട്ടാരക്കരയിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. കുളിക്കാനുമൊക്കെ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസാണ്. പതിയെ ഇറങ്ങി ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇറങ്ങാവും. ഇത്രയും നല്ല പ്രകൃതി ആയത് ഇത്രയും എന്ത് നല്ല മനോഹരമായൊരിത്. തണുപ്പ് വരെ ഫീൽ ചെയ്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്ത് നടക്കാൻ പറ്റുന്നു. എന്തൊരിതാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്ത് വരാൻ പറ്റുന്നു. നല്ല ഇവിടെ കുളിക്കാനും പറ്റിയൊരിതാണ്. ആ പ്രതിമയാണ് ാണ് ഇവിടെ മീൻപിടിപ്പാറ എന്നുള്ള പേര്. ഇവിടെ മീൻ ഇഷ്ടം പോലെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇതും കൂടി ആയതുകൊണ്ട് ഇവിടെ വന്നത്. നല്ല ഇതായിട്ട് ഇവർ ചെയ്തേക്കുന്നു. ഇവിടെ നിന്ന് താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല പായൽ ഉള്ളതുകൊണ്ട് ആണ് ഒരു ബോർഡ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നല്ല മനോഹരമായ താങ്ക് യു വെരി മച്ച്.